വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ക്രൈംസ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ BNSലെ സെക്ഷുവൽ ഓഫൻസസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്നുള്ള ആ ഭാഗത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെക്ഷുവൽ ഓഫൻസസ് എഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് BNSൽ പുതിയൊരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഓഫൻസസ് ഒക്കെ IPCയിൽ ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മറ്റു പല ഒഫൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പ്രത്യേകമായിട്ടൊരു ചാപ്റ്ററിലാക്കിയിട്ട് ഈ തരം ഒഫൻസസിന് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ വരുന്ന സെക്ഷൽ ഒഫൻസസിന് പ്രത്യേകമായി ഒരു ചാപ്റ്റർ ആക്കിയിട്ടുണ്ട് BNSൽ. ഓക്കെ, ഇനി പ്രധാനമായിട്ട് വന്ന വ്യത്യാസം പലയിടത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. BNS കുറെ കൂടി ജെൻഡർ ന്യൂട്രൽ ആയിട്ടുണ്ട് എന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജെൻഡർ എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ അതിൽ ഫീമെയിൽ, പിന്നെ അത് പുറമെ ട്രാൻസ്ജെൻഡറും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാം. ഇപ്പൊ IPCയിൽ 366A മൈനർ ഗേൾ എന്ന് ഉപയോഗിച്ചിരുന്നിടത്ത് ഇവിടെ ക്ലോസ് ടു 96 അല്ലെങ്കിൽ സമാനമായിട്ടുള്ള സെക്ഷനിൽ ചൈൽഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ചൈൽഡ് എന്നുള്ള വാക്ക് അതായത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവാം എന്നർത്ഥത്തിൽ. ഓക്കെ, എന്നാൽ അതേസമയം ഇപ്പോ ഏജ് ഓഫ് കൺസെന്റ് ഫോർ എ മാരീഡ് വുമൺ എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ അതായത് ഇപ്പോൾ ചൈൽഡ് മാരേജിലൊക്കെ വരുന്ന ഒരു പെൺകുട്ടി, അപ്പോൾ ഇതിനു മുമ്പ് IPC പ്രകാരം 15 വയസ്സായിരുന്നു ഏജ് ഓഫ് കൺസെന്റ്. 15 വയസ്സ് കഴിഞ്ഞ വിവാഹിതയായ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിനെ റേപ്പായിട്ട് കാണില്ല എന്നായിരുന്നു IPC പറഞ്ഞിരുന്നത്. എന്നാൽ BNS അങ്ങനെയല്ല പറയുന്നത്. 18 വയസ്സിൽ താഴെയാണ് കുട്ടിയെങ്കിൽ ആ കുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിലും അതിന് റേപ്പായിട്ട് തന്നെയാണ് പരിഗണിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ മൈനർ ഗേൾ അല്ലെങ്കിൽ മാരീഡ് വുമൺ എന്ന വാക്കാണ് BNS ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് പ്രധാനമായൊരു മാറ്റമാണ്. കാരണം 15 വയസ്സിൽ നിന്നും ഏജ് ഓഫ് കൺസെന്റ് 18 വയസ്സിലേക്ക് ഉയർന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് BNSലുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിന് സമാനമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ആ ആക്ടിലെ പ്രൊവിഷൻസിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഈ ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, റേപ്പ് വിക്ടിംസിനെ ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, എവിടെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്? പണിഷ്മെന്റിന്റെ കാര്യത്തിലാണ്. അതായത് വിക്ടിമിന്റെ പ്രായത്തിനനുസരിച്ച് പ്രതിക്ക് കിട്ടുന്ന പണിഷ്മെന്റിലാണ് വ്യത്യാസം വരുന്നത്. അത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടി, 16 വയസ്സിൽ താഴെയുള്ള കുട്ടി, 18 വയസ്സിൽ താഴെയുള്ള കുട്ടി എന്ന രീതിയിൽ ഒരു ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷനും BNS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയാവുന്നത് ഗാങ് റേപ്പ് ഓഫ് എ മൈനർ. ഇതിനു മുമ്പ് IPC പ്രകാരം ഗാങ് റേപ്പ് ഓഫ് എ മൈനർ only if it is below 12 year of age, അതായത് 12 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് ഗാങ് റേപ്പ് ചെയ്ത് കൊല്ലുന്നത് എങ്കിൽ പ്രതികൾക്ക് തീർച്ചയായും വധശിക്ഷ കിട്ടും. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഇംപ്രിസൺമെന്റും ഉറപ്പായിട്ടും കൊടുക്കണമെന്നാണ് IPC പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഏത് കുട്ടിയാണെങ്കിലും, അതായത് 18 വയസ്സ് താഴെയുള്ള ഏത് കുട്ടിയാണെങ്കിലും, ഏത് മൈനർ ഗേൾ ആണെങ്കിലും, അഥവാ ആ വിക്ടിം ഒരു ഗാങ് റേപ്പിലാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ഏത് കുട്ടിയുടെയും ഗാങ് റേപ്പിന് പ്രതികൾക്ക് ഈ ഡെത്ത് പെനാൽറ്റിയും ഹോൾ ലൈഫ് ഇംപ്രിസൺമെന്റും കിട്ടാവുന്ന രീതിയിൽ BNSൽ ഈ ഇത്തരം കുറ്റങ്ങളുടെ ശിക്ഷകളെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും സെക്ഷുവൽ ഒഫൻസ് എന്നുള്ള ഏരിയ, പ്രത്യേകിച്ചും സെക്ഷുവൽ ഒഫൻസ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ എന്നുള്ള ഏരിയയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇപ്പൊ പറയാവുന്നത് എന്താ വെച്ചാൽ ഇതിനു മുമ്പ് IPCയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി റിഗറസ് ആയി, എന്നാൽ അതേസമയം പോക്സോ ആയിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ നിയമങ്ങളെ മാറ്റിയിട്ടുള്ളത്. അതർവൈസ് ബാക്കിയെല്ലാം IPCയിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് പുതിയ ഒരു ചാപ്റ്റർ ഉണ്ടാക്കി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും ഒരിക്കൽ വരും. ഓക്കെ, ടിൽ ദെൻ ബൈ.